ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായൊരു വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളെയും കോളേജുകളെയും എല്ലാം ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നടപ്പിലാക്കുന്ന കെയർഈപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടാണ് കണ്ണൂർ സർവകലാശാലയിൽ നടന്നു വരുന്നത്. സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി ഏറ്റവും ആദ്യം നടപ്പിലാക്കിയതും കണ്ണൂർ സർവകലാശാലയിലാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ സർവകലാശാലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായി കണ്ണൂർ സർവകലാശാല അംഗീകാരം നൽകാത്ത ഒരു കോഴ്സിന് വിദ്യാർത്ഥികൾക്ക് വ്യാജമായി അഡ്മിഷൻ നൽകിയിരിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ തന്നെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 1ാം സെമസ്റ്റർ പരീക്ഷാ ഫലമൊക്കെ വന്നു. പരീക്ഷ നടത്തി ഔദ്യോഗികമായി യൂണിവേഴ്സിറ്റി തന്നെ അതിൻ്റെ റിസൾട്ടും പ്രഖ്യാപിച്ചു. വളരെ ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് കീഴിൽ ഒരു അഫിലിയേറ്റഡ് കോളേജിൻ്റെ മറ്റ് കോഴ്സുകളോടൊപ്പം അംഗീകാരമില്ലാത്ത, അഫിലിയേഷൻ ഇല്ലാത്ത BCom CA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് കൂടെ ആരംഭിച്ചു. അതിൽ വിദ്യാർത്ഥികൾക്ക് വ്യാജമായി പ്രവേശനം നൽകി. ഈ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷ നടത്തി. സർവകലാശാല തന്നെ വിചിത്രമായ രീതിയിൽ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വയനാട് WMO ഇമാം ഗസാലി കോളേജിലാണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇത്രയും ഗുരുതരമായൊരു ക്രമക്കേട് നടക്കുന്നത്. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ പലതരത്തിലുള്ള സർവകലാശാലകളിലെ ക്രമക്കേടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്രമക്കേട് ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിവേഴ്സിറ്റി ഇറങ്ങിയിറങ്ങുന്നത്. സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകിച്ച് സ്റ്റാറ്റ്യൂട്ടിലൊക്കെ കൃത്യമായ ഒരു കോഴ്സിൻ്റെ അഫിലിയേഷനും അതിൻ്റെ പ്രവേശനത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തി 31 വിദ്യാർത്ഥികൾ ഈ കോളേജിനകത്ത് BCom CA കോഴ്സിൽ വ്യാജമായി അഡ്മിഷൻ നൽകുന്നൊരു സാഹചര്യം. സർവകലാശാല ഇത്തവണ പ്രവേശന നടപടികളൊക്കെ നടത്തിയത് ഈ കെയർഈപ്പ് സോഫ്റ്റ്വെയർ ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുവെങ്കിൽ പോലും സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിലേതുപോലെ ഏകജാലക സംവിധാനത്തിൻ്റെ ഭാഗമായി സർവകലാശാല തന്നെയാണ് ആ പ്രവേശന നടപടികളെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോയത്. ആ ഏകജാലക സിംഗിൾ വിൻഡോ അഡ്മിഷൻ രീതിയിലും ഈ പറയപ്പെട്ട വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തില്ല, അവർക്ക് അഡ്മിഷൻ നൽകിയില്ല. മറിച്ച് എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിച്ച് എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി വ്യാജമായൊരു കോഴ്സും ആരംഭിച്ചു. അതിന് അഡ്മിഷൻ നൽകി അവർക്ക് പരീക്ഷാ ഫലവും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ, കെയർഈപ്പ് സോഫ്റ്റ്വെയറിൻ്റെ സർവകലാശാലയിലെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഒരു തരത്തിലുള്ള നിലവാരവുമില്ലാത്ത, ഒരു തരത്തിലും സുതാര്യതയില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു മഹാരാഷ്ട്ര കമ്പനി നിയന്ത്രിക്കുന്ന അതീവ ഗൗരവകരമായൊരു സാഹചര്യം. കെയർഈപ്പിൻ്റെ മറവിൽ എന്തും നടക്കുമെന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സർവകലാശാലയുടെ പൂർണ്ണ നിയന്ത്രണം ഈ മഹാരാഷ്ട്ര കമ്പനിയായ MKCL അതിൻ്റെ കയ്യിലേക്ക് കൊടുത്തു വച്ചിരിക്കുകയാണ്. സർവകലാശാല എന്ന് പറയുന്നൊരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം കേവലം ഒരു നോക്കുകുത്തിയായി മാത്രം പ്രവർത്തിക്കുന്ന ദയനീയമായ സാഹചര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുകയാണ്. അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസ്യതയും തകരുന്ന രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ടുവന്നെത്തി.
MKCL എന്നൊരു മഹാരാഷ്ട്ര കമ്പനി അതിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ഇന്നിപ്പോൾ പുറത്തു വന്നതുപോലെ ആർക്കും വ്യാജമായി കോഴ്സുകൾ ഉണ്ടാക്കാം, വ്യാജ കോളേജുകൾ തുടങ്ങാം, അങ്ങനെ സർവത്ര തട്ടിപ്പും അതിൻ്റെ മറവിൽ നടത്താൻ കഴിയുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് പുറത്തു വരുന്നത്. ഒരു തരത്തിലുള്ള സുതാര്യതയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഈ കമ്പനിയെ സുരക്ഷിതത്വം ഈ കമ്പനിയെ സംബന്ധിച്ചില്ല. അതിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച്, ഇതിൻ്റെ കരാറുകൾ സംബന്ധിച്ചെല്ലാം അടിമുടി ദുരൂഹത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും വിദ്യാർത്ഥികളെ ഭാവിയെ വച്ചുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിന് KSUവിന് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതിശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയത്തെ ഞങ്ങൾ നേരിടും. ഇതിൻ്റെ ക്രമക്കേടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, വ്യാജമായി കോഴ്സിന് അഡ്മിഷൻ നൽകിയത് ഉൾപ്പെടെയുള്ള സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരുപാട് പുകമറകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുറത്തുവിട്ട റിസൾട്ട് തന്നെ ചോരുന്നൊരു സാഹചര്യം ഉണ്ടായി. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ ഫലം തന്നെ ഇതേ സോഫ്റ്റ്വെയറിലൂടെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പരീക്ഷാഫലം ചോരുന്ന സാഹചര്യം സർവകലാശാലയിൽ ഉണ്ടായി. ഒരു നടപടിയും അത് സംബന്ധിച്ചുണ്ടായില്ല. അംഗീകാരമില്ലാത്തൊരു കോഴ്സിന് വ്യാജമായി പ്രവേശനം നൽകാൻ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള എല്ലാ ക്രമക്കേടുകളും പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രമക്കേടിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന പല ആളുകളും, ഈ കെയർഈപ്പ് പദ്ധതിയുടെ മറവിൽ വിദ്യാഭ്യാസ കച്ചവടത്തിന് മുന്നിൽ നിൽക്കുന്ന പല ആളുകളും ഇന്ന് കണ്ണൂർ സർവകലാശാലയുടെ സുപ്രധാന പദവികളിൽ ഉൾപ്പെടെ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ കൂടെ ഇതിൻ്റെ ഭാഗമായി ഉയർത്താതെ തരമില്ല. കാരണം ഇങ്ങനെയൊരു വ്യാജ കോഴ്സ് ആരംഭിക്കുന്നു, വ്യാജമായി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നു, യൂണിവേഴ്സിറ്റി പോലും അറിയാതെ ഒരു സ്വകാര്യ സോഫ്റ്റ്വെയറിൻ്റെ, ഈ പറഞ്ഞ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തികളെല്ലാം നടക്കുന്നു. അവസാനം റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മേലോട്ട് നോക്കുന്നൊരു സാഹചര്യം. സർവകലാശാലകൾ ഇതിനു മുമ്പ് റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിരവധിയായ പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്, പലതരത്തിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിനൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ടല്ലോ. ക്ലാസ് ബോർഡ് ഉൾപ്പെടെ കൂടി വളരെ കൃത്യമായ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഓരോ വിദ്യാർത്ഥിയുടെയും മാർക്ക് ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ അസിസ്റ്റന്റ് മുതൽ മുകളിലോട്ട് ആ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കോൺഫിഡൻഷ്യൽ മാറ്റർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഓരോരുത്തരും ക്രോസ് ചെക്ക് ചെയ്ത് പുറപ്പെടുവിക്കുന്ന പ്രസിദ്ധീകരിക്കുന്ന ഒരു ഫലം, ഒരു എക്സാം റിസൾട്ട് അത്രയും ഗൗരവത്തോട് കാണുന്നൊരു കാര്യം. അതാണ് ഇങ്ങനെ അത്രയും പ്രൊസീജിയർ കടന്നു പോകേണ്ട ഒരു റിസൾട്ടാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിലൂടെ ഒരു ശ്രദ്ധയുമില്ലാതെ യൂണിവേഴ്സിറ്റി പോലും അറിയാതെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അവസാനം റിസൾട്ട് വന്നിട്ട് അംഗീകാരമില്ലാത്തൊരു കോഴ്സിന്, അഫിലിയേഷൻ ഇല്ലാത്തൊരു കോഴ്സിന് എങ്ങനെ റിസൾട്ട് വന്നു എന്ന് ചോദിച്ച് മേലോട്ട് നോക്കുന്നൊരു സാഹചര്യത്തെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കണ്ണൂർ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിലെ ചാപ്റ്റർ 5 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു അഫിലിയേഷൻ സംബന്ധിച്ച്, ഒരു അക്കാദമിക് ഇയർ ആരംഭിച്ചാൽ എങ്ങനെയാണ് കോഴ്സിന് അഫിലിയേഷൻ നൽകുക, വിദ്യാർത്ഥികൾ പ്രവേശനം നൽകുന്നത് സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. Unless the condition are fulfilled before the commencement of the academic year, no new college or additional course shall be permitted to be started during that year എന്ന് വളരെ കൃത്യമായി കണ്ണൂർ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു അക്കാദമിക് ഇയർ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പുതിയതായൊരു കോളേജോ കോഴ്സോ അനുവദിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ പ്രൊസീജിയറും കടന്ന് രജിസ്ട്രേഷനും മറ്റെല്ലാ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകി. ഇവിടെയാണ് കുറച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കോളേജ്, ഒരു കോളേജിന് അങ്ങനെ ഒരു ധൈര്യം WMO കോളേജിന് സംബന്ധിച്ച് ഈ പറഞ്ഞ എല്ലാ സംവിധാനത്തെയും മറികടന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വ്യാജ അഡ്മിഷൻ നടത്തിയത് എന്ന ഒന്നാമത്തെ ചോദ്യം. ഏകജാലകം വഴി, സിംഗിൾ വിൻഡോ വഴി നേരത്തെ നടന്നതുപോലെ ഈ കുട്ടികൾ സർവകലാശാലയിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ എങ്ങനെ കെയർഈപ്പ് സോഫ്റ്റ്വെയർ, ഈ പറഞ്ഞ മഹാരാഷ്ട്ര കമ്പനിയുടെ സോഫ്റ്റ്വെയർ വഴി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ രജിസ്ട്രേഷനിൽ ലോഗിൻ ചെയ്തു? സാധാരണ മറ്റ് വിദ്യാർത്ഥികൾ, സർവകലാശാലയിൽ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യുന്നത്
അവരുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അവരുടെ കോഴ്സും കോളേജും മറ്റ് വിശദാംശങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അവരുടെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ആരംഭിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ എങ്ങനെ അതിനകത്ത് ലോഗിൻ ചെയ്തു എന്ന രണ്ടാമത്തെ ചോദ്യം. സർവകലാശാലയ്ക്ക് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കേണ്ട സർവകലാശാലയാണ്. ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ലോഗിൻ ചെയ്ത വിദ്യാർത്ഥികൾ എങ്ങനെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു എന്നൊരു ചോദ്യം. ഇത്രയധികം വിദ്യാർത്ഥികളോടൊപ്പം ഈ 31 വിദ്യാർത്ഥികളും എങ്ങനെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു? ഈ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് സർവകലാശാല അറിഞ്ഞിരുന്നോ? അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ കേറിപ്പ് സോഫ്റ്റ്വെയർ വഴി വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോഴെങ്കിലും സർവകലാശാല ഇതറിഞ്ഞോ? എല്ലാത്തിനും അപ്പുറത്തേക്ക് ഇങ്ങനൊരു ക്രമക്കേട് എപ്പോഴാണ് കണ്ണൂർ സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ മറുപടി പറയേണ്ടത് ഈ സർവകലാശാല അധികാരികളും കൊട്ടിഘോഷിച്ച് വിദ്യാർത്ഥികളുടെ ആകെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെ ബാധിക്കുന്ന ഈ കേറിപ്പ് പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരുമാണ്. അതിന് മറുപടി പറയിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് തന്നെ സർവത്ര ആക്ഷേപങ്ങൾ, ഈ കമ്പനിയെക്കുറിച്ചും ഈ പദ്ധതിയെക്കുറിച്ചും സർവത്ര ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും അതിൻ്റെ സുതാര്യതയില്ലായ്മയും അതിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചും എല്ലാം വലിയ രീതിയിൽ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടും ആരുടെ താല്പര്യമാണ് ഈ കേറിപ്പ് പദ്ധതി ഈ മഹാരാഷ്ട്ര കമ്പനിയായ MKCL മുഖാന്തരം തന്നെ കേരളത്തിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കണമെന്നുള്ളത് കൂടെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. മന്ത്രി ഉൾപ്പെടെ അത് വ്യക്തമാക്കിയാൽ അതിൻ്റെ ബാക്കി കഥകൾ നമുക്ക് വൈകാതെ പുറത്തു കൊണ്ടുവരാം. അല്ല, കേറിപ്പിൽ ഒരു ബന്ധമില്ല. അത് റിസൾട്ട് പോലും പ്രഖ്യാപിച്ചു. ഇതിപ്പോൾ സത്യം ഉള്ളത് പറഞ്ഞാൽ ഇതെങ്ങനെ ഈ വിഷയം പരിഹരിക്കുമെന്ന് ഒരെത്തും പിടിയും കിട്ടാൻ നിൽക്കുകയാണ് കണ്ണൂർ സർവകലാശാല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാസ്പോർട്ട് കൂടിയിട്ടാണ് ഓരോ റിസൾട്ടും വളരെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ച് വിട്ട റിസൾട്ടാണ്. അത്രയും ഇവർ ഈ കേറിപ്പിനെയും ഈ MKCL സോഫ്റ്റ്വെയറിനെയൊക്കെ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു തരത്തിലുള്ള റോളും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചില്ല. എന്നിട്ടോ ഇവർ പറയുന്നത് എന്താ? കേരളത്തിലെ ഏറ്റവും ആദ്യം ദിവസങ്ങൾ കൊണ്ട് റിസൾട്ട് പ്രഖ്യാപിച്ചു. ആ റിസൾട്ടിന്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അതിൽ തന്നെ തലനാരിഴക്കാണ് ഗുരുതരമായൊരു ക്രമക്കേട് യൂണിവേഴ്സിറ്റി പരിഹരിച്ചത്. ഏതാണ്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പാസ്സായ പല കുട്ടികൾ, തോറ്റുപോയ പല കുട്ടികളും ജയിച്ച സാഹചര്യമൊക്കെ അതിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അങ്ങനെ റിസൾട്ടിൽ പോലും വലിയ ക്രമക്കേട് ഒരു വശത്ത് നടന്നു, അത് ചോർന്നു. ഇപ്പോൾ ഇതാ ഒരു അംഗീകാരമില്ലാത്ത കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ. ഇതിൻ്റെയൊക്കെ ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഗൗരവകരമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ പറഞ്ഞ വയനാട് WMO ഇമാം ഗസാലി കോളേജിൽ വളരെ കൃത്യമായി ഇതിൻ്റെ ഈ അഡ്മിഷൻ സമയത്ത് അതിൻ്റെ പ്രോസ്പെക്ടസ് ഒക്കെ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഈ പറഞ്ഞ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ല. അവിടെ നിലവിലുള്ള കോഴ്സുകളെ സംബന്ധിച്ചുള്ള BCom കോർപ്പറേഷനാണ്, 40 വിദ്യാർത്ഥികളാണ് അതിൻ്റെ സ്ട്രെങ്ത്. ഈ കൃത്യമായി ഈ പറഞ്ഞ ഓരോ കോഴ്സിലും അവിടെ അംഗീകാരമുള്ള കോഴ്സിനെ സംബന്ധിച്ചൊക്കെ തുടക്കത്തിൽ ഈ വർഷത്തെ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ അവരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അഡ്മിഷൻ നടത്തിയത്? സർവകലാശാലയും കേറിപ്പ് സോഫ്റ്റ്വെയർ ഒക്കെ മറുപടി പറയേണ്ട ഗുരുതരമായ വിഷയമാണ്. കേരളത്തിലൊരു സർവകലാശാല കേന്ദ്രീകരിച്ച് ഇത്തരം വ്യാജ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയോ, അതോ എന്താണ് ഇതിൻ്റെ മറ്റു താല്പര്യങ്ങളെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഇതെല്ലാം സർവകലാശാല തന്നെ ഇതിനെല്ലാം ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇത്തവണത്തെ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ എപ്പോൾ പൂർത്തിയാക്കണം, എപ്പോൾ ആരംഭിച്ച് എപ്പോൾ അവസാനിക്കണം, അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വളരെ കൃത്യമായി ഓരോ ഘട്ടത്തിലും ഇത് സർവകലാശാല തന്നെ പുറത്തിറക്കുന്നുണ്ട്. ഈ അക്കാദമിക് ഇയറുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് 18/10/2024 അവസാനിച്ചത് ഈ പറഞ്ഞ 22/10/2024 അത് അവസാനിച്ചു. എക്സാം രജിസ്ട്രേഷൻ്റെ ഈ കഴിഞ്ഞ റിസൾട്ട് പ്രഖ്യാപിച്ച ഒന്നാം സെമസ്റ്റർ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ അവസാനിച്ച തീയതി എന്ന് പറയുന്നത് 30/10/2024 എല്ലാം കഴിഞ്ഞ്
ഈ പറഞ്ഞ പരീക്ഷ ഉൾപ്പെടെ പൂർത്തീകരിച്ച് അതിനിടയിലാണ് ഈ വലിയ ക്രമക്കേടുകൾ നടന്നത്. അതിൻ്റെ ഇതൊന്നും സർവകലാശാലയെ സംബന്ധിച്ച് നിഷേധിക്കാൻ കഴിയുന്ന കാര്യം കൂടല്ല, ഏതെങ്കിലും തരത്തിലൊരു ആരോപണമായിട്ട് ഉയർത്തുന്നതുമല്ല. വളരെ കൃത്യമായി സർവകലാശാലയിലെ ഫയലുകളിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എവിടെയും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, കെയർഇപ്പ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി ഈ പറഞ്ഞ ഇതിന്റെ പൂർണ്ണ അധികാരം യൂണിവേഴ്സിറ്റിക്ക് ഒരു റോളും ഇല്ല. ഈ പറഞ്ഞ VC-യും കൺട്രോളറും രജിസ്ട്രാറും എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും നോക്കുകുത്തിയാണ്. സർവകലാശാല തന്നെ നോക്കുകുത്തിയാണ്. ഇവിടെയാണത്. കണ്ണൂർ സർവകലാശാലയിലാണ് ഏറ്റവും ആദ്യം ഇത് ഇപ്പം നടപ്പിലാക്കിയത്. കേരള സർവകലാശാല കഴിഞ്ഞ ദിവസം VC അക്കാര്യത്തിലൊരു കമ്മീഷനെയൊക്കെ വെച്ച്, ഒരു കമ്മിറ്റിയൊക്കെ വെച്ച് അതിൻ്റെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന, അതിന് മറ്റു വശങ്ങൾ കൂടിയുണ്ട്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ സുതാര്യതയും മറ്റു തട്ടിപ്പുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മൂന്നാമതൊരു കക്ഷിക്ക് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൈമാറുന്നതിലുള്ള വിഷയമൊക്കെ ചൂണ്ടിക്കാട്ടി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വിസമ്മതിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയാണ് ഈ പറഞ്ഞ പോലെ, അത് കണ്ണൂരാണല്ലോ മുഖ്യമന്ത്രിയുടെ ജില്ല, മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭയങ്കരമായി ഇവർ ഈ പറഞ്ഞ അഭിമാനം കൊള്ളാനാണോ എന്തിനാണെന്ന് അറിയില്ല, ചാടിക്കയറി ഉറപ്പിച്ച് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇവർ അങ്ങ് ചാടിക്കയറി അങ്ങ് നടപ്പിലാക്കി. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഈ കാണുന്നത്. നാളുകളിൽ ഇപ്പം മറ്റ് സർവകലാശാലകളിൽ സർക്കാർ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടപ്പിലാക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. സർട്ടിഫിക്കറ്റുകൾ ഈ കമ്പനി വിൽപ്പന നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. കോഴ്സുകളും കോളേജുകളൊക്കെ തീരുമാനിക്കുന്നത് ഈ കമ്പനി ആയിരിക്കും. സർവകലാശാലക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും ഒരു റോളും ഉണ്ടാകില്ല എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഇപ്പം ഈ പുതിയ രീതി അനുസരിച്ചിട്ട് സർവകലാശാല അവിടെയും ഒരു ഉടായ്പ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നത് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രിന്റ് ചെയ്ത, സീൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ കോളേജിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പം അത് മാറി. ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കുക ഭേദം. ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അത് തയ്യാറാക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കുമ്പോൾ ആണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തതും സിലബസിലില്ലാത്ത ക്വസ്റ്റ്യൻ വന്നതും സബ്ജക്റ്റായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അച്ചടിച്ച് വന്ന കാര്യമൊക്കെ ഒരു വശത്തുണ്ട്. ഇതൊക്കെ പരിഹരിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ പരിപാടി തയ്യാറാക്കിയത്. അതിനകത്ത് 250ഓളം ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അതിനകത്തുനിന്ന് കമ്പ്യൂട്ടറാണ് സെലക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. അത് കോളേജുകൾക്ക് അവിടെ നിന്ന്, ഈ പരീക്ഷ നടന്ന കോളേജിലാണ്, പരീക്ഷ നടത്തിയത് കോളേജാണ്, വാല്യുവേഷനൊക്കെ കോളേജിലാണ്, അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാം. നേരത്തെ ഉള്ളതുപോലെ പ്രിന്റ് ചെയ്ത് കൊണ്ടു കൊടുക്കേണ്ട ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് അവിടെയും റോളില്ല. ആകെ ഒരു 10-250 ഓരോ സബ്ജക്റ്റിന് 250ഓളം ക്വസ്റ്റ്യൻസ് അങ്ങ് തയ്യാറാക്കി അങ്ങ് അയച്ചു കൊടുത്താൽ അതിനകത്ത് ഇഷ്ടമുള്ളത്. അത് കമ്പ്യൂട്ടർ എങ്ങനെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുക്കുന്ന പോലെ, എങ്ങനെ ഇത് കമ്പ്യൂട്ടറിന് തോന്നുന്ന പോലെയാണ് അതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കുന്നത്. ഒരേ ചോദ്യം തന്നെ 40-50 മാർക്കിനൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരവും. എന്തായാലും ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവികമായ വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ കോഴ്സ് അഫിലിയേഷൻ അതിനൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ അവർ ഇത്തവണ തന്നെ ഇത് ഈ അഫിലിയേഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചാപ്റ്റർ 5-ലെ സ്റ്റാറ്റ്യൂട്ടിലെ ക്രൈറ്റീരിയകൾ അനുസരിച്ച് അതിൻ്റെ കമ്മീഷൻ ഉൾപ്പെടെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി. അതിലെ ചില പോരായ്മകളൊക്കെ അവർ ചൂണ്ടിക്കാട്ടിയിട്ട് ഇത്തവണ നൽകാൻ കഴിയില്ല എന്നും നേരത്തെ തന്നെ VC അക്കാര്യത്തിൽ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് അതിൻ്റെ വിശദീകരണം കോളേജിൽ നൽകട്ടെ. എങ്ങനെ ഈ വ്യാജ അഡ്മിഷൻ നടന്നു, വ്യാജ കോഴ്സിൽ എങ്ങനെ പ്രവേശനം നടന്നു എന്നത് സംബന്ധിച്ചൊക്കെ സർവകലാശാലയെ വ്യക്തമാക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകൾ അന്നേരം നമുക്ക് പറയാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളുകളികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ഇതിൽ നടക്കുന്നത്. സർവകലാശാല ഇപ്പോൾ പെട്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ ഗൗരവവും നല്ല ബോധ്യമുണ്ട്. ഏത് രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട്, ഇത് കേവലം ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ ദിവസം റിസൾട്ട് ചോർന്നതുപോലെ ഇന്നിപ്പോൾ വ്യാജ കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതുപോലെ അല്ല, മറിച്ച് ഇതിനപ്പുറത്തേക്കുള്ള ഗൗരവകരമായ വിഷയങ്ങൾ ഈ കെയർഇപ്പ്
പദ്ധതിയുടെ മറവിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടെ ശേഖരിച്ചു വരികയാണ്. വരും ദിവസങ്ങൾ അക്കാര്യങ്ങളെല്ലാം ചേർത്ത് വളരെ ഗൗരവത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഞങ്ങൾ ആലോചിക്കും.